ചോദ്യം 1. യിരെമ്യാവിന് അരുളപ്പാടുണ്ടായത് ആരിൽ നിന്നാണ്? ഉത്തരം യഹോവയിങ്കൽ നിന്ന്. ചോദ്യം 2. യഹോവയെ നമസ്കരിപ്പാൻ ആലയത്തിൻ്റെ വാതിൽക്കൽ കടക്കുന്നവരായ യഹൂദന്മാരോട് യഹോവയുടെ അരുളപ്പാട് എവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാനാണ് യഹോവ യിരെമ്യാവിനോട് പറഞ്ഞത്? ഉത്തരം യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്. ചോദ്യം 3. യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് ആരോട് അറിയിക്കാനാണ് യഹോവ യിരെമ്യാവിനോട് പറഞ്ഞത്? ഉത്തരം യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ കൂടി യഹോവയെ നമസ്കരിക്കാൻ കടക്കുന്ന യഹൂദന്മാരോട്. ചോദ്യം 4. നടപ്പും പ്രവൃത്തിയും നന്നാക്കിയാൽ യെരുശലേമിൽ വസിക്കുമാറാക്കും എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം യഹൂദന്മാരോട്. ചോദ്യം 5. നടപ്പും പ്രവൃത്തിയും നന്നാക്കിയാൽ യെരുശലേമിൽ വസിക്കുമാറാക്കും എന്ന് ആരാണ് യഹൂദന്മാരോട് അരുളി ചെയ്തത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ. ചോദ്യം 6. എങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത് എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ. ചോദ്യം 7. ഇസ്രായേൽ ജനം തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ യഹോവ അവരെ എവിടെ വസിക്കുമാറാക്കും എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം യഹൂദാ ജനത്തിൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത്. ചോദ്യം 8. ആരെയെല്ലാം പീഡിപ്പിക്കാതെ ഇരുന്നാൽ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് എന്നും എന്നേക്കും വസിക്കുമാറാക്കും എന്നാണ് യഹോവ യഹൂദന്മാരോട് അരുളി ചെയ്തത്? ഉത്തരം പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെ. ചോദ്യം 9. കുറ്റമില്ലാത്ത രക്തം ചിന്തിക്കാതെയും അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ യഹൂദാ ജനത്തിന് ലഭിക്കുന്നതെന്താണ്? ഉത്തരം പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് എന്നും എന്നേക്കും വസിക്കുമാറാക്കും. ചോദ്യം 10. പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നതാരാണ്? ഉത്തരം യഹൂദന്മാർ. ചോദ്യം 11. യഹൂദന്മാർ യഹോവയെ ത്യജിച്ച് എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഉത്തരം മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും അറിയാത്ത ദേവന്മാരോട് ചെന്നു ചേരുകയും ചെയ്യുന്നു. ചോദ്യം 12. യഹോവയുടെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? ഉത്തരം യഹൂദന്മാർ. ചോദ്യം 13. മ്ലേച്ഛതകൾ ചെയ്ത ശേഷം യഹോവയുടെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് യഹൂദന്മാർ പറയുന്നതെന്താണ്? ഉത്തരം ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ചോദ്യം 14. യഹോവയുടെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെക്കുറിച്ച് യഹോവയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം കള്ളന്മാരുടെ ഗുഹ. ചോദ്യം 15. ആദിയിൽ യഹോവയുടെ നാമം വിളിച്ചിരുന്ന യഹോവയുടെ വാസസ്ഥലം എവിടെയാണ്? ഉത്തരം ശീലോവിൽ. ചോദ്യം 16. ശീലോവിലുള്ള യഹോവയുടെ വാസസ്ഥലം യഹോവ നശിപ്പിച്ചത് എന്തു നിമിത്തമാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ
ദുഷ്ടത നിമിത്തം. ചോദ്യം 17. അതികാലത്തും ഇടവിടാതെയും യഹോവ സംസാരിച്ചു വന്നിട്ടും കേൾക്കാതിരുന്നത് ആരാണ്? ഉത്തരം യഹൂദന്മാർ. ചോദ്യം 18. യഹോവ വിളിച്ചിട്ടും ഉത്തരം പറയാതിരുന്നത് ആരാണ്? ഉത്തരം യഹൂദന്മാർ. ചോദ്യം 19. യഹൂദന്മാർ ആശ്രയിക്കുന്ന ആലയത്തോടും അവർക്കും പിതാക്കന്മാർക്കും കൊടുത്തിരിക്കുന്ന സ്ഥലത്തോടും യഹോവ എവിടെ ചെയ്തതുപോലെ ചെയ്യും എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ശീലോവോട് ചെയ്തതുപോലെ. ചോദ്യം 20. ആരെ തള്ളിക്കളഞ്ഞതുപോലെ യഹൂദയെയും തള്ളിക്കളയുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം എഫ്രയീം സന്തതിയെ. ചോദ്യം 21. യഹൂദ ജനത്തിനു വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത് എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം യിരെമ്യാവിനോട്. ചോദ്യം 22. ആർക്കുവേണ്ടി യഹോവയോട് പക്ഷവാദം ചെയ്യരുത് എന്നാണ് യഹോവ യിരെമ്യാവിനോട് അരുളി ചെയ്തത്? ഉത്തരം യഹൂദ ജനത്തിനു വേണ്ടി. ചോദ്യം 23. യഹോവയ്ക്ക് കോപം വരത്തക്കവണ്ണം യഹൂദന്മാർ ആർക്കാണ് അപ്പം ചുട്ടത്? ഉത്തരം ആകാശരാജ്ഞിക്ക്. ചോദ്യം 24. യഹോവയ്ക്ക് കോപം വരത്തക്കവണ്ണം യഹൂദന്മാർ പാനീയബലി പകർന്നതാർക്കാണ്? ഉത്തരം അന്യദേവന്മാർക്ക്. ചോദ്യം 25. ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും വിറകു പെറുക്കിയതാരാണ്? ഉത്തരം യഹൂദന്മാരുടെ മക്കൾ. ചോദ്യം 26. ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും തീ കത്തിച്ചതാരാണ്? ഉത്തരം അപ്പന്മാർ. ചോദ്യം 27. ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും മാവ് കുഴച്ചതാരാണ്? ഉത്തരം സ്ത്രീകൾ. ചോദ്യം 28. ആകാശരാജ്ഞിക്ക് അപ്പം ചുടുകയും അന്യദേവന്മാർക്ക് പാനീയബലി പകരുകയും ചെയ്ത് യഹൂദന്മാർ ആരെയാണ് മുഷിപ്പിച്ചത്? ഉത്തരം യഹൂദന്മാർ സ്വന്തം ലജ്ജയ്ക്കായിട്ട് തങ്ങളെ തന്നെ. ചോദ്യം 29. യഹോവയായ കർത്താവിൻ്റെ കോപവും ക്രോധവും ചൊരിയുന്നതെവിടെയാണ്? ഉത്തരം മനുഷ്യൻ്റെ മേലും മൃഗത്തിൻ്റെ മേലും പറമ്പിലെ വൃക്ഷങ്ങളിന്മേലും നിലത്തിലെ വിളവിന്മേലും. ചോദ്യം 30. കെട്ടുപോകാതെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതെന്താണ്? ഉത്തരം യഹോവയായ കർത്താവിൻ്റെ കോപവും ക്രോധവും. ചോദ്യം 31. യഹൂദന്മാരോട് എന്തിനോട് കൂട്ടി മാംസം തിന്നാനാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി. ചോദ്യം 32. ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നാൻ യഹൂദന്മാരോട് ആരാണ് അരുളി ചെയ്തത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ. ചോദ്യം 33. യഹൂദ ജനത്തിൻ്റെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തുനിന്നു കൊണ്ടുവന്ന നാളിൽ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്യാത്തതെന്താണ്? ഉത്തരം
ഹോമയാഗങ്ങളെയും ഹനനയാഗങ്ങളെയും കുറിച്ച്. ചോദ്യം 34. പിതാക്കന്മാരെ മിസ്രയീം ദേശത്തുനിന്നു കൊണ്ടുവന്ന നാളിൽ യഹോവ അവരോട് കൽപ്പിച്ചതെന്താണ്? ഉത്തരം: യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പിൻ, യഹോവ കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ. ചോദ്യം 35. യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ യഹൂദാ ജനത്തിന് യഹോവ നൽകിയ വാഗ്ദത്തം എന്താണ്? ഉത്തരം: യഹോവ യഹൂദാ ജനത്തിന് ദൈവമായും യഹൂദാ ജനം യഹോവയ്ക്ക് ജനമായും ഇരിക്കും. ചോദ്യം 36. യഹൂദന്മാർ യഹോവയുടെ വാക്ക് അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ എങ്ങനെയാണ് നടന്നത്? ഉത്തരം: ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശ്ശാഠ്യത്തിലും നടന്നു. ചോദ്യം 37. പിതാക്കന്മാർ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ആരെയാണ് അവരുടെ അടുക്കൽ യഹോവ പറഞ്ഞയച്ച് വന്നത്? ഉത്തരം: പ്രവാചകന്മാരായ യഹോവയുടെ സകല ദാസന്മാരെയും. ചോദ്യം 38. യഹോവയെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തത് ആരാണ്? ഉത്തരം: യഹൂദന്മാർ. ചോദ്യം 39. ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാണ് യഹൂദന്മാരെന്ന് അവരോട് പറയാൻ യഹോവ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: യിരെമ്യാവിനോട്. ചോദ്യം 40. യഹൂദന്മാരുടെ വായിൽ നിന്ന് നശിച്ച് നിർമൂലമായതെന്താണ്? ഉത്തരം: വിശ്വസ്തത. ചോദ്യം 41. നിന്റെ തലമുടി കത്രിച്ച് എറിഞ്ഞുകളക, മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്ക. ആരോടാണ് യഹോവ പറഞ്ഞത്? ഉത്തരം: യിരെമ്യാവിനോട്. ചോദ്യം 42. യഹോവ ക്രോധത്തിൻ്റെ സന്തതി എന്ന് വിശേഷിപ്പിച്ചതാരെയാണ്? ഉത്തരം: യഹൂദന്മാരെ. ചോദ്യം 43. യഹോവയുടെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അനിഷ്ടമായുള്ളത് ചെയ്തതാരാണ്? ഉത്തരം: യഹൂദാപുത്രന്മാർ. ചോദ്യം 44. യഹൂദാപുത്രന്മാർ യഹോവയുടെ ആലയത്തെ മലിനമാക്കിയതെങ്ങനെയാണ്? ഉത്തരം: തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചു. ചോദ്യം 45. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് യഹൂദാപുത്രന്മാർ പണിതത് എന്താണ്? ഉത്തരം: പൂജാഗിരികളെ. ചോദ്യം 46. യഹൂദാപുത്രന്മാർ എവിടെയുള്ള പൂജാഗിരികളെയാണ് പണിതത്? ഉത്തരം: ബെൻഹിന്നോം താഴ്വരയിലെയും തോഫെത്തിലെയും. ചോദ്യം 47. യഹൂദാപുത്രന്മാർ പൂജാഗിരികളെ പണിതത് എന്തിനാണ്? ഉത്തരം: തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും തീയിലിട്ട് ദഹിപ്പിക്കാൻ. ചോദ്യം 48. ബെൻഹിന്നോം താഴ്വരയെയും തോഫെത്തിനെയും ഏത് പേർ വിളിക്കുന്ന കാലം വരും എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: കൊലത്താഴ്വര. ചോദ്യം 49. കൊലത്താഴ്വര ഏതെല്ലാം ആണ്? ഉത്തരം: തോഫെത്ത്, ബെൻഹിന്നോം താഴ്വര. ചോദ്യം 50. വേറെ സ്ഥലം ഇല്ലായ്കകൊണ്ട് യഹൂദജനം ശവം അടക്കിയത് എവിടെയാണ്? ഉത്തരം: തോഫെത്തിൽ. ചോദ്യം 51.
യഹൂദ ജനത്തിൻ്റെ ശവങ്ങൾ ആർക്കെല്ലാം ഇരയായി തീരുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും. ചോദ്യം 52. യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരുശലേം വീഥികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയുന്നത് എന്നാണ്? ഉത്തരം: യഹൂദ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി തീരുമ്പോൾ. ചോദ്യം 53. യഹൂദ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി തീരുമ്പോൾ യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരുശലേം വീഥികളിൽ നിന്നും നീക്കിക്കളയുന്നത് എന്താണ്? ഉത്തരം: ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. ചോദ്യം 54. യഹൂദ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി തീരുമ്പോൾ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും നീക്കിക്കളയുന്നത് എവിടെ നിന്നാണ്? ഉത്തരം: യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരുശലേം വീഥികളിൽ നിന്നും. ചോദ്യം 55. ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും നീക്കിക്കളയുമ്പോൾ ദേശം എന്തായി തീരും? ഉത്തരം: ശൂന്യമായി കിടക്കും.